ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നന്മ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്ത് ഷോപ്പിലേക്ക് പോണേക്കാട് മുന്നുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിലെത്തിയിട്ടും പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ളതും എല്ലാം കൂടി ഒരുമിച്ച് കുറച്ച് ലെങ്ത്ത് അധികം ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ 16-15 മിനിറ്റൊക്കെ ആക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോകളൊന്ന് മുഴുവനായിട്ട് കാണണേ. അപ്പോൾ രാവിലെ ഞാൻ ഇത്ര ചോറൊന്നും കഴിക്കുന്നില്ല, അപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വിളമ്പിയതാണ് കേട്ടോ. അപ്പോൾ കടല വെറുതെ ഉപ്പേരി പോലെ വെച്ചു, പിന്നെ 2 പച്ചമുളകാണ് വറുത്തത്, പിന്നെ നമ്മുടെ അയലക്കറി തല കറി വെച്ച്, മീനൊക്കെ കഷ്ണമൊക്കെ എടുത്തിട്ട് തല ദിവസം തന്നെ വറുത്തു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ല നല്ലത്, അപ്പോൾ അതിൻ്റെ തല എടുത്തിട്ട് കറി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ചാണ് കഴിച്ചുള്ളൂ. ഇത്ര ചോറൊക്കെ നിങ്ങൾ കഴിക്കുമോ രാവിലെ എന്ന് വിചാരിക്കരുതേ. അങ്ങനെ അപ്പോഴേക്കും അമ്മ ചോറൊന്നല്ല കേട്ടോ ഉണ്ട്, അമ്മ ഇഡ്ഡലി കഴിച്ചു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഈ ഷോപ്പ് പോയിട്ടാണ് കുറച്ച് വീഡിയോ എടുക്കുള്ളൂ, ഇപ്പോൾ ഇവിടെ നമുക്കൊന്നും എടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം കുറച്ച് ഇങ്ങനെ എടുത്തു. വിജയേട്ടൻ പണിക്ക് പോയി, പിന്നെ അച്ഛനുണ്ട് ഇവിടെ. മോനിപ്പോൾ ചെറിയൊരു വർക്കിന് പോയിട്ടുണ്ട് ബാംഗ്ലൂർക്ക്. അപ്പോൾ അത് ശരിയാവോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് പോയിറക്കാണ്. അപ്പോൾ ഇന്നില്ല. ഇന്നിപ്പോൾ രാത്രി 8:30 എത്താം. രാവിലെ 9 മണിക്ക് പോയാൽ 8 മണിയാവും അവിടെ എത്താൻ. അപ്പോൾ അങ്ങനെ സമയം 9 മണി ആവാറായി കേട്ടോ. ഈ സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇനി 9:25 ബസ്സുണ്ട്, നമ്മുടെ ഗോപാൽ ബസ്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും 9:05 ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ആ സമയം ആകുമ്പോഴേക്കും അവിടെ എത്തും കേട്ടോ. അങ്ങനെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കുന്ന കാരണം കേട്ടോ അങ്ങനെ നമ്മൾ പോണത് വേഗം, അല്ലെങ്കിൽ വേഗം ഓടും. അങ്ങനെ ഷോപ്പിലൊക്കെ എത്തിയിട്ട് തയ്ക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ തയ്ച്ച് കഴിഞ്ഞു. ഫുള്ളായിട്ട് കടയിലത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കടയുടെ തൊട്ടടുത്ത് തന്നെ ഷോപ്പൊക്കെ യൂണിയൻകാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടും കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ഇക്കൂസ് പറഞ്ഞ ഒരു കുട്ടി കമൻറ്റ് ചെയ്യാറുണ്ട് എല്ലാ വീഡിയോയിലും. അപ്പോൾ അത് ആരാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5-8 വീഡിയോയിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്, ഒരുപാടൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയും വന്നു കേട്ടോ ഷോപ്പിലേക്ക്. അപ്പോൾ ആരാന്ന് ചോദിച്ചാൽ കോട്ടയത്തു നിന്നാണ് കേട്ടോ പറഞ്ഞത്, ഇക്കൂസ്. അപ്പോൾ അങ്ങനെ ആളിനെ അവിടെ വെച്ച് കണ്ടു, സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ കോട്ടയത്തു നിന്ന് പാലക്കാട്ടേക്ക് വരാൻ എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വളരെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആർക്കായാലും യൂട്യൂബിൽ ഇടണം, അങ്ങനെ ആളെ കാണാനൊക്കെ അതുപോലെ വന്നതന്നെ ആയിരിക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ അവരാണ് നമ്മുടെ ചാനലിൽ അങ്ങനെ എഴുതുന്ന ആളേനെ ഞാൻ അങ്ങനെ കണ്ടു. അങ്ങനെ ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. സാധാ നമ്മൾ ഒരു നാട്ടും പുറത്തുള്ളൊരു സംസാരം അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർക്കത് വീഡിയോ ഇഷ്ടപ്പെടാൻ കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ നമ്മൾ ഇതിൽ സംസാരിക്കാതെ നാടൻ രൂപത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ കുറേ പറഞ്ഞു, തെറ്റുകളൊക്കെ തിരുത്താണതും പിന്നെ വീഡിയോ നേരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് സുന്ദരേട്ടൻ പറഞ്ഞ ആളാണ് കേട്ടോ, ഞങ്ങളുടെ ഷോപ്പിൽ അവിടെ തൊട്ടടുത്തുള്ള തന്നെയാണ്. അപ്പോൾ അവർ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചായ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല, കുറച്ച് പോകണം. അപ്പോൾ ചായ വാങ്ങിയിട്ട് ചൂടുള്ള ചായ ആയിരുന്നു കേട്ടോ. അത് പ്ലാസ്റ്റിക് കവറിൽ ഒഴിച്ച വഴിന് കൊടുന്നതാണ്. അപ്പോൾ 2 ചായ വാങ്ങാൻ പറയുമ്പോൾ പിന്നെയും ചായ അധികമായി, കുറേ ഉണ്ടായിരുന്നു ചായ.
അങ്ങനെ ഞങ്ങളൊരു 10 രൂപയുടെ 5 രൂപയുടെ 2 ബിസ്ക്കറ്റ് വാങ്ങി. 10 രൂപയുടെ 2 ബിസ്ക്കറ്റ് വാങ്ങി. എന്നിട്ട് രണ്ടാളും കൂടി ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ലൈക്കും എല്ലാവരും തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമാവണത് കൊണ്ടാണല്ലോ ലൈക്ക് തരണത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതേപോലെ കമൻറ്റ് ചെയ്ത എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. എൻ്റെ എഴുതിയ കമൻറ്റ് വേറെ ആൾക്കാരും വായിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണിപ്പോൾ വിശേഷങ്ങൾ. എഴുതാൻ ആദ്യം പറയും പോലെ തന്നെ എഴുതാൻ സമയമില്ലാത്തവർ കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കാണിക്കാൻ പോണത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഈ സുന്ദരേട്ടൻ പറഞ്ഞ ആൾ കുറച്ച് കൂടത്തരി തന്നിട്ടുണ്ടായിരുന്നു. സുന്ദരേട്ടൻ അപ്പോൾ കൂടത്തരിയൊക്കെ ചെറിയൊരു കഷ്ണമാക്കിയിട്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൈലാഞ്ചിയുടെ ഇല കൊടുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൈലാഞ്ചിയുടെ ഇല കൊമ്പ് കുത്തിയിടും ചെയ്യുക. പിന്നെ മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ട് മുടിയൊക്കെ നരച്ചതൊക്കെ ഒന്നും ഇങ്ങോട്ട് കളറും വെപ്പിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ചെമ്പിച്ച് കളറാവല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഇലയും കൊണ്ടുവന്നു. അങ്ങനെ പൂളത്തരി കഷ്ണാക്കിയത് വീട്ടിലെത്തിയിട്ട് വിജയേട്ടൻ കളയ്ക്കുന്നു. വിജയേട്ടൻ കളയ്ക്കാനൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അവർക്ക് ഇതൊന്നും ഭയങ്കര ഈ നമ്മുടെ സെൻറ്റർ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് എന്നല്ല, വിജയേട്ടൻ്റെ കാര്യം ഞാൻ പറയാണ്. ബിജു എന്നാട്ടോ പേര്. ബി എന്നല്ല, BIJU ബിജുയേട്ടനാണ്. സംസാരിക്കുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങനെ വരണം എന്നാട്ടോ വിജയേട്ടൻ എന്നൊക്കെ. അപ്പോൾ പൂളത്തറി നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. കളയ്ക്കണമെന്നല്ല വെച്ചിട്ട് വീഡിയോ ഒക്കെ അവിടെ വെച്ചു. എന്തായാലും വിജയേട്ടൻ എപ്പോഴും അങ്ങനെ കാണിക്കാനൊന്നും പറ്റാറില്ലല്ലോ. അങ്ങനെ പാവം പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. കുറച്ചെന്നെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചൊരു വരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വേഗം വിജയേട്ടൻ കളച്ചു. പിന്നെ ഇതൊക്കെ കുത്തിയിടാൻ ഞാൻ സഹായിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞളൊക്കെ കിട്ടി പറിക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ വിജയേട്ടൻ ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അമ്മ അവിടെ ചായയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് വാങ്ങിയിട്ട് കേട്ടോ. ഇനി മുളക് ബജി ഉണ്ടാക്കണം. ചായ അമ്മ അപ്പോഴേക്കും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി പൂളത്തറി അത് കുറച്ചൊക്കെ അമച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ നേരെ നോക്കണം, പെട്ടെന്ന് കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കുത്തേണ്ടി വരുന്നത് പിന്നെ പണിയായി. തിരിച്ച് കുത്തി കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കുന്നത് വരുമ്പോൾ ആകതായില്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ വിജയേട്ടന് എടുത്തു കൊടുത്തു. അപ്പോൾ അത് വിജയേട്ടൻ അങ്ങനെ നട്ടു കേട്ടോ. ഇനിയിപ്പോൾ പന്നിയൊക്കെ പെരിച്ചാഴിയൊക്കെ വരുമോയെന്ന് അറിയില്ല. പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ കുത്തി ഒലിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നട്ടിട്ടുണ്ട്. സുന്ദരേട്ടൻ കൊടുന്നതല്ലേ വിചാരിച്ചിട്ട്, ഇത്ര ബുദ്ധിമുട്ടി കൊടുന്നതല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ. വിജയേട്ടൻ ഒന്നും കൂടി നോക്കുകയാണ് തല തിരിച്ചിട്ടാണെന്നൊക്കെ. ഞാനെടുത്തതൊക്കെ ശ്രദ്ധയില്ല പറഞ്ഞിട്ടേ പിന്നെ നേരെ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയിട്ടാണ് വിജയേട്ടൻ ഓരോന്നും എടുത്തു കൊടുത്തത്. അപ്പോൾ വീഡിയോയിൽ വന്ന് നിന്നതിൻ്റെ ഒരു ഭാഗ്യം. അങ്ങനെ വിജയേട്ടൻ അവിടെ നടുമ്പോഴേക്കിന് കുറച്ച് വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കണം. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. കാരണം നട്ട വഴി തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വീട്ടിൽ വെള്ളം ആയിട്ടുണ്ട് കിണറ്റിൽ. പക്ഷെ അത് എടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ലൊരു മഴ കൂടി പെയ്തിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് വേണം വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കുറച്ച് റെയിലിൻ്റെ അവിടുത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്, വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പൈപ്പ് കണക്ഷനും ഉണ്ട്. വെള്ളം എപ്പോഴും ഉണ്ടാവും. പുഴ അടുത്താവുകൊണ്ട് പിന്നെ വെള്ളത്തിനൊന്നും ക്ഷാമമില്ല. വെള്ളമൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ കളയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെള്ളം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പോട്ടെ പൈപ്പിൻ്റെ അവിടേക്ക്. അതായത് മഞ്ഞൾ കുറച്ച് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം. കളയ്ക്കിനിടയിൽ മഞ്ഞൾ ചേട്ടൻ അങ്ങനെ മുറ്റത്തേക്ക് ഇടുമായിരുന്നു കേട്ടോ. ഞാൻ കളയ്ക്കണമെന്നൊക്കെ ചോദിച്ചു.
വേണ്ട വേണ്ട പറഞ്ഞു. അപ്പോൾ പറയണ ക്യാമറയ്ക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കളിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. വേണ്ട, അവർ കളിക്കട്ടെ, ഞാൻ എന്നെ എപ്പോഴും വീഡിയോയിൽ കാണുന്നതല്ലേ, അപ്പോൾ എന്താ വിജയേട്ടനോട് ഞാൻ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്നു. ചെറിയൊരു മഴക്കാറും ഉണ്ട്. ഇന്ന് പകലൊക്കെ മഴ പെയ്യും വിചാരിച്ചിട്ട് മഴ പെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു മഴ മൂടലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ലെങ്ത്ത് കൂടിയ കാരണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുമെന്നറിയില്ല. എന്തായാലും ക്ഷമിക്കണം കേട്ടോ. കാരണം ഇപ്രാവശ്യം എന്തായാലും വിജയേട്ടൻ രംഗത്ത് എത്തിയതല്ലേ, അപ്പോൾ കുറച്ച് ലെങ്ത്ത് എന്തായാലും കൂടും. പിന്നെ ഇപ്പം എന്താ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ കഴിയാറായിട്ടില്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ ഞാൻ പറയണം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് വാക്കാണെങ്കിലും കുഴപ്പമില്ല. കമൻറ്റ് സമയമുള്ളവർ എഴുതണം. അതേപോലെ ലൈക്കും അതൊക്കെ കണ്ടിട്ട് ഒന്ന് കുറച്ച് ഏതെങ്കിലും ഒരു ഭാഗം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണം. ചില വീഡിയോകളൊക്കെ നമ്മളിതിൽ ലൈക്കില്ല, നമുക്ക് ഇതൊന്നും കാണണ്ട, അല്ലെങ്കിൽ കമൻറ്റ് ഇതിലില്ല, ഇത് കാണണ്ട, അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ചിലവരൊക്കെ വീഡിയോ കാണാം. അപ്പോൾ ലൈക്കൊക്കെ കുറേ ഉണ്ടല്ലോ, കമൻറ്റ് കുറേ ഉണ്ടല്ലോ പറഞ്ഞിട്ട് ചിലവർ ആ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കുറേ ലൈക്കും കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കാണല്ലോ. അതിപ്പോൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. നമ്മുടെ വീഡിയോകളിൽ ഞാൻ സാധാ പോലെ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലത്തെ ചെറിയ കാര്യങ്ങളും, കാരണം നമ്മൾ പുറത്തേക്ക് പോവാതെ വീട്ടിലുള്ള കട ഷോപ്പ് അങ്ങനെയുള്ള കുഞ്ഞു ഭാഗങ്ങളാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ചിലവർക്കത് മടുപ്പായിട്ടും വരും, എന്താണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ പോട്ടെ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. മഴ പെയ്താലും പെയ്തില്ലെങ്കിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പണി പൂർത്തിയായി കേട്ടോ. അങ്ങനെ വിജയേട്ടൻ്റെ കളക്കലൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ആൾ കുളിക്കാൻ പോവാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ക്യാമറയും പിടിച്ചവിടെ നിന്നോ പറഞ്ഞിട്ട് ചേട്ടൻ അതാ പോകണം. അപ്പോൾ എനിക്ക് ചിരി വന്നറിയാതെ ചിരി വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ കേട്ടോ. അടുക്കളയിൽ ഫാദർ ഉണ്ട് കേട്ടോ. ഫാദറിനെ കാണാതെ ഞാനിതാ എടുത്തിട്ട് അടുക്കളയിലേക്ക് കയറി. അല്ലേ അമ്മ എന്നെ കണ്ടിട്ടില്ല. അമ്മ എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിട്ടോ. അപ്പോൾ അമ്മ രാവിലത്തെ മീൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കുകയാണ്. മെല്ലെ ഒന്ന് ചൂടാക്കി വൈകുന്നേരത്തേക്ക്. പിന്നെ അപ്പോഴും മുളക് ബജി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഉണക്കമുളക് ഇട്ടെടുത്തു. കാരണം മുളക് പൊടി ഉണ്ടായിരുന്നില്ല. മുളക് പൊടി ഇല്ലാത്തപ്പോൾ ഞാൻ മുഴുവൻ മുളകായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ മുളകും കുറച്ച് കുരുമുളക് പൊടിയും പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടു. പിന്നെ കായത്തിൻ്റെ ഒരു പൊടിയുണ്ടായിരുന്നു, കായം പൊടി ഇട്ടു കേട്ടോ. കടലമാവിലായിട്ട് ഞാൻ മുക്കിയത്. പക്ഷെ കുറച്ചുണ്ട് എരിവ് കൂടി. അതുകൊണ്ട് സത്യം പറയാലോ, എരിവ് കൂടിയ കാരണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ വിജയേട്ടൻ പറഞ്ഞു ചോറുണ്ണുമ്പോൾ കഴിക്കാൻ പറഞ്ഞു. ഇപ്പോഴത്തൊക്കെ കഴിക്കാൻ പറ്റില്ല, എന്നോട് കഴിച്ചോ എന്ന് പറഞ്ഞു. ശരിയാണ് കേട്ടോ. സത്യം പറയാലോ, അത് കഴിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും എരിവായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറി വെച്ച് നല്ല എരിവാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ആ ഉണക്കമുളക് കൊണ്ട് മിക്സിലാണ്ട് പൊടിച്ചിട്ട് അതാണ്ട് കുഴച്ചുണ്ട്. ആ കട്ട കൈ കൊണ്ട് ഉടച്ചില്ലെങ്കിൽ എന്താണെന്നറിയാം, കട്ടയൊന്നും ഉടയില്ല. അതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് കുഴക്കണത്. ടീസ്പൂണോടും കുഴയ്ക്കാം, പക്ഷെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയത്. നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ, പുറമത്തെ ആൾക്കാർക്കൊന്നല്ലല്ലോ. അവർക്ക് നമ്മളിപ്പോൾ എങ്ങനെ ഇതാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ മുളക് ഇടട്ടെ കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്രാവശ്യം എന്തായാലും കുളമായിട്ടുണ്ട് കേട്ടോ. ആ മുളകിൽ കുറച്ച് വെള്ളം കൂടി, കടലമാവിൽ കുറച്ച് വെള്ളം കൂടി. രണ്ടാമത് പൊടിയെടുത്ത് കലക്കാൻ വയ്യ എന്ന മടിക്ക് വേണ്ടിയിട്ട്